ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു സവാളയുടെ പകുതി പോർഷനും ഒരു പച്ചമുളകും 4 ഉരുളക്കിഴങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സവാള നീളത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഒരു പച്ചമുളക് എടുത്തേക്കുന്നത്. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. ഇത് കുട്ടിയുള്ള കാരണം കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണമാണ് ഞാൻ എരിവ് കുറവായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുക്കുക ഉരുളക്കിഴങ്ങ്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും. അമ്മയാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ സാമ്പാർ അടിപൊളിയാണ്. ഇതിൻ്റെ റെസിപ്പി പറഞ്ഞിരുന്നതാണ്. ഇനി നമ്മളൊരു ചട്ടി വെച്ചു. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കാരണം ഇത് വെള്ളം ഇല്ലാതെയാണ് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. പിന്നെ 1/2 സ്പൂണ് കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ച് സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അതിന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്തൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ ഞാൻ കറിവേപ്പില ഇടുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 1/4 ടേബിൾ സ്പൂണുകൾ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. വെള്ളം തീരെ ഞാൻ ചേർക്കുന്നില്ല. കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് മൂടി വയ്ക്കുക. ചെറിയ ലോ ഫ്ലെയിമിൽ നമ്മളിട്ടിട്ട് അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയും എടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നുണ്ടോ നമുക്കറിയില്ലല്ലോ. ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കിയും എടുക്കുക. എന്നിട്ടത് മൂടി വയ്ക്കുക. തമ്പുരിനെ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇങ്ങനൊരു വിഭവമാണ് നല്ലത്. അവൾ ഇതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചിട്ടാണ് കൊണ്ടുപോകാറ്. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ചോറും സാമ്പാറും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും പപ്പടവും കൂട്ടിയിട്ട് ചോറുണ്ണാം. നോക്കി ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് പാകത്തിനായിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യണം. ഇതെൻ്റെ കുട്ടി റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബൈ ബൈ.